ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന നടക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ, ഓക്കെ, ബ്ലെസ്സിങ് ആയിട്ട് എടുക്കാം. നമുക്ക് യൂണിവേഴ്സ് തരുന്ന എന്തെങ്കിലും ഒരു നല്ല ബ്ലെസ്സിങ്, ഓക്കെ, എന്തായിരിക്കും നോക്കാം. നമുക്ക് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാസം, ഓക്കെ, ഈ ഓഗസ്റ്റ് അവസാനിക്കുന്ന മുൻപ് 3 ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലത് നടക്കുക എന്ന രീതിക്ക് അതിനെ ബ്ലെസ്സിങ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, എന്തൊക്കെയായിരിക്കും നോക്കാം. ഓക്കെ ഓക്കെ ആദ്യത്തത് ഹാർട്ട്, വെരി നൈസ്. ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ എടുക്കാം. മൈസ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. മൂന്നാമത്തത് 9 റൈഡർ. ഓക്കെ, ഓക്കെ, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൂടി ഓരോ കാർഡ് കൂടി എടുത്തേക്കാം. ഹാർട്ടിന് ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാർഡ് കൂടി അതിൻ്റെ കൂടെ. ചൈൽഡ്, ഓക്കെ, മൈസിന് ലെറ്റർ, റൈഡറിന് കൊഫിൻ. ഫൈൻ. ഓക്കെ, നമുക്ക് 3 കാര്യങ്ങൾ ഓൾറെഡി കാണുന്നുണ്ട്. എനിക്ക് പറയാം. ഇറ്റ്സ് ഒരു ക്ലാരിഫിക്കേഷൻ, സോറി, അഡ്വൈസ്, ലൈഫ് പർപ്പസ്. ആക്ച്വലി ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാം. ലൈഫ് പർപ്പസ്, ട്രാവൽ, വാവ്, ട്രൂത്ത്. ഓ മൈ ഗോഡ്, എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാക്കുകൾ, ഓക്കെ, ഇതില്ല, ഇത് ഞാൻ ആലോചിച്ചില്ല. ബട്ട് ഞാൻ ആലോചിച്ച 3 കാര്യങ്ങൾ, ഓക്കെ, 3 വാക്കുകൾ ഞാൻ ശരിക്കും ഞാനിത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഇത് ഞാൻ ഓരോന്നിനും മാച്ചായിട്ട് ട്രൂത്ത്. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ പറയാം. ലൈഫ് പർപ്പസ് ഇതിൻ്റെ കൂടെ കൂട്ടാം നമുക്ക്. ഓക്കെ, ഇവിടെ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ, ചിലവർക്ക് നിങ്ങൾ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രഗ്നൻസി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളില്ലാതെ വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാവാനുള്ള ചാൻസ് ഉണ്ട്, മാരീഡ് ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികൾ വേണ്ടവർക്ക്. ഓക്കെ, ചിലവർക്ക് കുട്ടികളുമായി വർക്ക് ചെയ്യാനുള്ള ഒരു ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാവാം. അതായത് നിങ്ങൾ അങ്ങനത്തെ ടീച്ചർ ജോലി കിട്ടുക, അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് ആദ്യത്തെ ബ്ലെസ്സിങ്. അത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളെ, ഫാമിലി, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമായിട്ടൊരു മാരേജ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് ഒരു ഫാമിലി എന്ന രീതിയിൽ നിങ്ങൾ പോകുന്ന പോലെ. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ എവിടെയോ നിങ്ങളുടെ ലൈഫ് പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ടീച്ചർ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കുട്ടികളുമായിട്ട് ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതായത് ടീച്ചർ തന്നെ ജെൻസ് ആയാലും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം, ലേഡീസിനും എടുക്കാം. ടീച്ചിങ് മാത്രമല്ല, ചിലപ്പോൾ കുട്ടികളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കൗൺസിലിങ്ങോ എന്തോ ആയിക്കോട്ടെ, കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആർട്ടോ എന്തായാലും ശരി കേട്ടോ, പാട്ട് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, ആർട്ട് എന്ത് തന്നെയായാലും കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് പർപ്പസുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ആ കുട്ടികളുമായിട്ടുള്ള വർക്കിംഗ് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു പർപ്പസിൽ പെട്ടതാണ്. ആൻഡ് വീട്ടിൽ ചിലപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലായാലും, ലൈക്ക് നിങ്ങളൊരു ഫാമിലി, കുടുംബം, കുട്ടികൾ, ഓക്കെ, ആ രീതിക്ക് നിങ്ങളുടെ ആഗ്രഹം, അതും നിങ്ങളുടെ നിങ്ങൾക്ക് ലൈഫിലെ പർപ്പസ് അതാണ്. അതായത് നിങ്ങളൊരു നല്ലൊരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല രീതിയിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഒരു ഫാമിലി, നിങ്ങൾ അടുത്ത ജനറേഷനെ നമ്മൾ തയ്യാറാക്കുക എന്ന രീതി പറയാം. അതും ഒരു പർപ്പസ് തന്നെയാണ്. സോ ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് ഇവിടെ പറയാം. നമുക്ക് അഗെയിൻ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ചിലവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്ന് മാരേജ് ഓഫർ, ഓക്കെ, ഫ്യൂച്ചറിലേക്ക് കുട്ടികൾ, ഓക്കെ, നിങ്ങളുടെ ആ തരത്തിലൊരു കാര്യം. അതിപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. കുട്ടികൾ ഏതെങ്കിലും ഒന്ന് ആദ്യം നടക്കും. ഓക്കെ, ഐ മീൻ ആദ്യം പ്രപ്പോസൽ വരണം. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലവർക്ക്. സോ ഇവിടെ പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ആദ്യത്തെ കാണുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. സെക്കൻഡ് വൺ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത് മൈസ് ആണ്. ഓക്കെ, മൈസ് ആൻഡ് ലെറ്റർ. ഓക്കെ, ഇതിനെ നമുക്കിവിടെ
നിങ്ങളൊരു സത്യം മനസ്സിലാക്കുന്നതായിട്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ ചിലവർ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഉണ്ടായിരുന്നു, നിങ്ങളെ ചതിക്കുന്നവരുണ്ടായിരുന്നു, നിങ്ങളെ ചീറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ കൂടെ നിന്ന് നമ്മൾ പറയില്ലേ കറണ്ട് തിന്നുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ചിലപ്പോൾ ബിസിനസ് സ്ഥലത്തായിരിക്കാം, ജോലി സ്ഥലത്ത് ആയിരിക്കാം, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം, ഓക്കെ ഫാമിലിയിലായിരിക്കാം, ഫാമിലിയിലും ആവാം, എന്തിലും ആവാം. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് പക്ഷെ നിങ്ങളുടെ നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ, ഓക്കെ മറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, നല്ലതല്ലാത്തത്, നിങ്ങളെ റോബറി എന്നും പറയും. ഓക്കെ, ചിലവർ കട്ടുകൊണ്ട് പോകാൻ എന്ന രീതിക്ക് പറയും, ചിലവർക്ക് ചീറ്റിംഗ് നടന്നിട്ടുണ്ടാവാം, അങ്ങനെയായിരിക്കാം, ആരെങ്കിലും നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രൂത്ത് നിങ്ങൾക്ക് റിവീൽ ആവും. ഓക്കെ, ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7 ഓഫ് സോഡ്സിൻ്റെ കാർഡായിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അതും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുതരും. ആൻഡ് ഇതും 7 ആണ്, ഉണ്ടോ 7 യെസ്. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുന്ന പോലെയാണ്. ദാറ്റ് നിങ്ങൾക്ക് ഒരു ലക്കാണ് ആക്ച്വലി, അതൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവിടെ പിന്നെ നമ്മൾ എന്ത് ആക്ഷൻ എടുക്കുന്നത് നമുക്ക് തീരുമാനിക്കാമല്ലോ, അല്ലേ? ആൻഡ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് യൂണിവേഴ്സ് ശരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായി കാണിച്ചു തന്ന യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, സോ ആ രീതിക്ക് നോക്കുമ്പോൾ അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. നിങ്ങളെ ചതിച്ച ആൾക്കാർ ഓക്കെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് നല്ലതാണ്. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ക്ലിയർ ആവും, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആരെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അതൊരു ഭാഗ്യം തന്നെയാണ്. അതും യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് അത് കാണിച്ചു തരും വ്യക്തമായിട്ട്, ആരാണ് എന്താണ് നിങ്ങൾ ചീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മോശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആര് കാരണമാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. യൂണിവേഴ്സ് ക്ലാരിറ്റി തരും. ഓക്കെ, അതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ എടുക്കാം. ആൻഡ് ഇവിടെ 3rd വൺ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കൊരു റൈഡർ എന്നാണ്. റൈഡർ എന്ന് പറയുമ്പോൾ യാത്ര, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതായിട്ട് എടുക്കാം. യാത്ര പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഞാനിത് കണ്ടപ്പോൾ ഇത് രണ്ടും കൂടി കണ്ടപ്പോൾ ഇത് കോഫിനാണ്. കോഫിൻ എന്ന് പറയുമ്പോൾ എൻഡിങ്സ് ആണ്. ഓക്കെ, ഡെത്ത് എൻഡിങ് എന്ന രീതിക്ക് എടുക്കാം. ഞാനിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ രണ്ടും കൂടി എങ്ങനെ കണക്ട് ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വേർഡ് ന്യൂ ബിഗിനിങ് എന്നാണ്. സം എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. അത് തന്നെ കാർഡിൽ വരും ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ അഗൈൻ ഇവിടെയും ട്രാവൽ ഉണ്ട്. സോ നിങ്ങൾക്ക് ചിലവർക്ക് യാത്രകൾ വേണ്ടി വന്നേക്കാം, മാറ്റം വേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ സ്ഥലം മാറലായിരിക്കാം, ഓക്കെ ജോലി മാറലായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ലൈഫിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾ പിന്നിൽ എന്തെങ്കിലും എൻഡിങ് നടക്കാം നിങ്ങളുടെ ലൈഫിൽ. ചിലവർക്ക് ലിറ്ററലി ചിലവരുടെ ആരെങ്കിലും മരണമായിരിക്കാം, വീട്ടിലാരെങ്കിലും അങ്ങനെ ഓൾറെഡി മരണപ്പെട്ട് കാണാം, അറിയില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലവർക്ക് ചില സിറ്റുവേഷൻ്റെ എൻഡിങ് എന്ന് പറയാം. അതിപ്പോൾ ജോലി മാറൽ, ഏതെങ്കിലും ഒന്ന് വിട്ട് വേറെ ഒന്നിലേക്ക് മാറൽ, സ്ഥലം മാറൽ, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും പോവാം. ജസ്റ്റ് യാത്ര, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഓക്കെ ചിലവർക്ക് ജസ്റ്റ് അങ്ങനെയാവാം. ഓക്കെ, അതായത് ആ യാത്രകൾ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ, അതായത് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മാറി വരും ചിലപ്പോൾ യാത്രകളിൽ. ഓക്കെ, നമ്മുടെ മറ്റുള്ളവരെ ഒരുപാട് ആൾക്കാരെ കാണും, പരിചയപ്പെടും. നമ്മൾ പല സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ ശരിക്കും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇഷ്ടം ട്രാവൽ ആണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യും എന്ന് പറയാം. ഓക്കെ, ട്രാവൽ ആൻഡ് ന്യൂ ബിഗിനിങ്. സോ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്നും പറയാം. ചിലത് എൻഡ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ മേ ബി ഇത് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് നല്ലതല്ലാത്തുണ്ടെങ്കിൽ അതിനെ എൻഡ് ചെയ്ത് പോകുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേറെ ചിലപ്പോൾ സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെയും പറയാം. നിങ്ങൾ ജോലി വിട്ട് വേറെ മാറുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറിയിട്ട് വേറെ സ്ഥലത്ത് പോകണു, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു എന്ന രീതിക്കും പറയാം. ഓക്കെ, ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരുന്നു, ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുന്നു, എന്തുമാവാം, ഒരു ചേഞ്ച് മാറ്റം എന്ന രീതിക്കും പറയാം. ആൻഡ് അത് അതിന് വേണ്ടി പക്ഷേ ചില എൻഡിങ്സ് നടക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ടോട്ടലി വിട്ട് കളഞ്ഞ് വേറൊരു പുതിയ ചിന്താഗതി കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തുമാവാം. സോ ഇവിടെ ട്രാവൽ കാണുന്നുണ്ട്, ചിലവർക്ക് ന്യൂ ബിഗിനിങ്സും കാണുന്നുണ്ട്. സോ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ചിലപ്പോൾ അഗെയിൻ അബ്രോഡ് യാത്ര അങ്ങനത്തെ വല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വരാം. ഓക്കെ, പുറത്തെവിടെയെങ്കിലും പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. അത് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം കൊണ്ടുവരും. അല്ലെങ്കിൽ ജോലിക്ക് എന്തിനായാലും ശരി. ഓക്കെ, ഒരു മാറ്റം, ട്രാൻസ്ഫർ, ജോലി, അങ്ങനത്തെ ഒരു യാത്ര എന്ന രീതിക്കൊക്കെയാണ് ഇവിടെ. ഓക്കെ, സോ 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കണ്ടത്. 3ഉം നിങ്ങൾക്ക് മാച്ച് ആവാം ചിലവർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില 1ഓ 2ഓ നിങ്ങൾക്ക് മാച്ച് ആവാം. ഓക്കെ, സോ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫാമിലിയുടെ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ കാര്യം, റൊമാൻറ്റിക് ഫീലിങ്സിൻ്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു മന്ത് എൻഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ബട്ട് എനിക്കിത് കുറച്ചുകൂടി ഫ്യൂച്ചറിലേക്ക് കൂടി എനിക്കിത് എടുക്കാൻ തോന്നുന്നുണ്ട്. സോ മേ ബി ഫ്യൂച്ചറിലേക്ക് കൂടി നമുക്കിത് പറയാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം ഇത് ലോങ് ടേം ആഗ്രഹങ്ങളായിരിക്കാം. ഓക്കെ, അങ്ങനെയും പറയാം.
ആൻഡ് ഈ കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ദറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് ആക്ച്വലി നല്ല ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമ്മളൊരു റിസൾട്ട് കിട്ടുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരും എന്ന് പറയാം. ഓക്കെ, ഒരു മെസ്സേജ് കിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച്. ഓക്കെ, ആ മെസ്സേജിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ക്ലിയർ ആയിട്ട്. ഓക്കെ, ഇതൊരു മെസ്സേജ് വരുന്ന കാര്യം കൂടിയാണ്. സോ മേ ബി ചിലവർക്ക് ഒരു മെസ്സേജ് കിട്ടും ദറ്റ് ഇത് ആരാണ് നിങ്ങളെ എന്തെങ്കിലും ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടുന്നതായിരിക്കാം. ഓക്കെ, സോ യെസ്, ഗുഡ്. ആൻഡ് ഇവിടെ അഗെയിൻ റൈഡർ, കോഫിൻ, ഇതും എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ്ങിൻ്റെ കാര്യമാണ്. സോ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. സോ യെസ്, വെരി ഗുഡ്. പക്ഷേ വളരെ എനിക്ക് ഒരു ആങ്സൈറ്റിയും തോന്നി ഇത് കണ്ടപ്പോൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കി 2 വളരെ പോസിറ്റീവായിട്ട്, ആക്ച്വലി ഇതും പോസിറ്റീവാണ്. ഇത് അങ്ങനെ തന്നെ എടുക്കാം, നല്ല ഒരു സൈനായിട്ട് എടുക്കാം. സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, വേദനിപ്പിക്കും ലേശം, യെസ്, ഒരു ചെറിയ വേദന വരാനുള്ള സാധ്യതയാണ്. ബട്ട് ഐ തിങ്ക് അത് ആവശ്യമാണ് ഇവിടെ. എനിക്ക് നിങ്ങളുടെ ഗ്രോത്തിന് അത് ആവശ്യമാണ്. ഓക്കെ, സോ എല്ലാത്തിനും ദൈവത്തിനോട് നന്ദി പറയാം. എനിക്ക് വളരെ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ആം താങ്ക്ഫുൾ ഫോർ വാട്ട് എവർ യു ഹവ് ഗിവൺ മീ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. എനിക്ക് ഇംഗ്ലീഷിലാണ് കംഫർട്ടബിൾ. ഓക്കെ, യൂണിവേഴ്സിനോട് എനിക്ക് ഇതുവരെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു. അത് വേദനകളായാലും ശരി, നല്ലതായാലും ശരി, സന്തോഷങ്ങളായാലും ശരി, എല്ലാത്തിനും വളരെ നന്ദിയുള്ളവരാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.